ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ഒന്നിച്ച ദൈവത്തിൻ്റെ സന്നിധിയോടെ ചേർന്ന് വന്നിരിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. കൊയർ ഇപ്പോൾ ഒരു പാട്ട്, അതിൻ്റെ ചില ചരണങ്ങൾ ചേർന്ന് പാടുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുവാനും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. എല്ലാവരും കഴിയുന്നത്രയും ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ ഹൃദയ നിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം താനാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം താനാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ,
യേശു പറ, കർത്തന് തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എൻ യേശു പറ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എൻ യേശു പറ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾ കർത്താവെ ഒന്നിച്ച് വിശുദ്ധ സഭായോഗമായി അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരുവാനും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും ഞങ്ങളെ തന്നെ അവിടുത്തേക്ക് കൊള്ളാവുന്ന ആത്മീക യാഗങ്ങളാക്കി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുവാനും കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ആത്മനിറവിൽ കർത്താവെ സ്തോത്രം അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവിനാൽ കർത്താവെ നീ ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങളുടെ മൺകൂടാരങ്ങൾ അവിടുത്തെ ശക്തി വ്യാപരിക്കുന്നതും അവിടെ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുവാനും കർത്താവെ അവിടുത്തെ ആലോചന ഞങ്ങൾ ഏറ്റെടുക്കുവാനും ഒക്കെ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു അനുഗ്രഹീത പകലായി കർത്താവെ നീ ഞങ്ങളെ തീർക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം ഞങ്ങൾ എവിടെ കടന്നുപോയി ആയിരുന്നിടങ്ങളൊക്കെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. കർത്താവെ അനർത്ഥങ്ങളൊക്കെ ഞങ്ങളുടെ തലയ്ക്ക് മീതെ കടന്നുപോയെങ്കിലും അവിടുത്തെ വിരിക്കപ്പെട്ട സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. സമാധാനത്തോടെ ഒന്നിച്ച് വീണ്ടും കർത്താവെ ചേർന്ന് വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് കർത്താവെ ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലമുറയായി അങ്ങേ സ്തുതിക്കുവാൻ അല്ലെങ്കിൽ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ നീക്കുമുള്ളതെന്ന് ചേർന്ന് പാടി അങ്ങേ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ നിങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ കൊയറിനെ കർത്താവ് അധികാരപ്പെടുത്തിക്കാട്ട്. കർത്താവെ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു നിന്ന് കർത്താവെ സ്തോത്രം അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ കർത്താവെ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ചേർന്ന് പറഞ്ഞ് ഉല്ലസിക്കുവാൻ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറ്റുമായിട്ട് ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തുന്നു. കർത്താവെ കടന്നു വന്ന ജനത്തെ ഓരോരുത്തരെ പേരുപേരായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്തുതിയും ആരാധനയും ഒക്കെ കർത്താവെ അവിടുത്തേക്ക് പ്രസാദകരമായി അങ്ങേ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തോണം അങ്ങേ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴ്ന്നു കർത്താവെ പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം. നാം ചേർന്ന് പാടി ചില പാട്ടുകൾ
പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. കൊയർ പാട്ടുകൾ ലീഡ് ചെയ്യുമ്പോൾ നമുക്കായിരിക്കുന്ന സ്ഥലം മറന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വേർപെട്ടിരിക്കുകയാണ് എന്നുള്ള ബോധത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വാഴ്ത്തിടുന്നേ വാഴ്ത്തിടുന്നേ ഇമ്മാനുവേലേ എന്നുള്ള പാട്ട് നാം ചേർന്ന് പാടുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ കരങ്ങളെ തട്ടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഇതാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ലഭിക്കുന്ന സമയം. പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വാഴ്ത്തിടുന്നേ വാഴ്ത്തിടുന്നേ ഇമ്മാനുവേലേ എന്നുള്ള പാട്ട് നമുക്ക് പാടാം. വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ യേശുവേ ഞാനീധരയിൽ ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ യേശുവേ ഞാനീധരയിൽ വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനേ പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനേ കഷ്ടം കഷ്ടം സർവം ഏറ്റു നീ പിൻപേ നിന്ദാസൻ നടന്നിടാനേ കഷ്ടം നഷ്ടം സർവം ഏറ്റു നീ പിൻപേ നിന്ദാസൻ നടന്നിടാമേ വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോടിതലേ ശത്രു തന്നോടെ അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടിടുകിൽ ശത്രു തന്നോടെ അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടിടുകിൽ നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായകനേ നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായകനേ രക്ഷ സത്യം നീതി ചാർത്തി നീ ശക്തനാക്കിടും സേനാ
സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവനെ ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ സ്തോത്രം വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ സ്തോത്രം. അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവെ സ്തോത്രം ഈ മൺകൂടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഞങ്ങൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത്, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാ പദ്ധതികളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുവാൻ കർത്താവെ സ്തോത്രം. അങ്ങ് എത്ര വലിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓരോരുത്തരും ഹല്ലേലൂയ കർത്താവെ സ്തോത്രം ഉള്ളം തുറന്ന് അങ്ങേ സ്തുതിക്കുവാനും ഹല്ലേലൂയ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി അങ്ങേ വാഴ്ത്തുവാനും ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. കർത്താവെ, പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. കർത്താവെ, ആകാശം കർത്താവെ സ്തോത്രം നിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം നിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കർത്താവെ, മഹോന്നതനായ ദൈവമേ, സകലവും കർത്താവെ സ്തോത്രം ഒരു വാക്കിനാൽ ഉളവാക്കിയവനെ. ഹല്ലേലൂയ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയോടാണ് ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ കർത്താവെ സ്തോത്രം വാസ്തവമായിട്ട് അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളായിരിക്കുന്നു. നിങ്ങൾ ഉള്ളം തുറന്ന് കർത്താവെ സ്തോത്രം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങളുടെ മൺകൂടാരങ്ങൾ അവിടുത്തെ ശക്തി വ്യാപരിക്കുമാറാകണം. കർത്താവെ സ്തോത്രം അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ ചേർന്ന് അനുഭവിക്കുവാൻ, ചേർന്ന് അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ എന്നുള്ള പാട്ട് ഇപ്പോൾ പാടും. നമുക്ക് ചേർന്ന് പാടി വീണ്ടും കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ 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 വാഴ്ത്തി പുകഴ്ത്തിൻ. പുകഴ്ത്തിൻ 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 വാഴ്ത്തി പുകഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ നല്ലവൻ അവൻ എല്ലാവർക്കും തൻ പ്രവൃത്തികളോടും എല്ലാം. വന്നിടിൻ വന്നിപ്പിൻ യേശുവിൻ സ്നേഹമാ പാതേനാം. വന്നിടിൻ വന്നിപ്പിൻ യേശുവിൻ സ്നേഹമാ പാതേനാം. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ. ശാരോനിൻ പനിനീർ പുഷ്പമേ, 10,000-ത്തിലും ശ്രേഷ്ഠനേ. വെണ്മയും ചുവപ്പുമുള്ളവൻ, പ്രാണപ്രിയനിൻ സുന്ദര രക്ഷകൻ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. പുകഴ്ത്തിൻ യേശുവെ പുകഴ്ത്തിൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തിൻ.
ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ പുകഴ്ത്തുവാൻ, അങ്ങേ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ പാടി മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ ഈ വിശുദ്ധ സഭായോഗം കർത്താവെ നീ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ പാർത്തിപീഠത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. അവിടുത്തെ ആലോചന ഞങ്ങളെ അറിയിക്കണം. കർത്താവെ ഞങ്ങളുടെ മൺകൂടാരങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ അകത്തെ മനുഷ്യനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണം. അവിടുത്തെ വചനവുമായി, അവിടുത്തെ ദൗത്യവുമായി, അവിടുത്തെ വേലയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അനേകരെ കർത്താവ് ഈ സമയങ്ങളിൽ സഹായിക്കുമാറാകണം. അവിടുത്തെ ശക്തി ഞങ്ങളോട് ഇടപെടുമാറാകണം. അവിടുത്തെ ആലോചനയെ കർത്താവ് വ്യക്തമായി കേൾക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഒക്കെയുള്ള ധൈര്യത്തെ ഞങ്ങളുടെ ഉള്ളിൽ പകരേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിൽ കൂടെ നടന്ന രക്ഷാ പദ്ധതിയെ ലോകമെമ്പാടും അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഒന്നും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. കർത്താവെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ധ്യാനത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരുവചന വായനയ്ക്കായിട്ട് നാം പോവുകയാണ്. തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് കേൾക്കുവാനായിട്ട് ബ്രദർ ആശിഷ് തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ എടുക്കുകയും വായിക്കുന്ന ഭാഗം ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. ബ്രദർ ആശിഷ് തോമസ് ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. 1 Thessalonians chapter 1. Paul and Silvanus and Timotheus, unto the church of the Thessalonians which is in God the Father and in the Lord Jesus Christ. Grace be unto you and peace from God our Father and the Lord Jesus Christ. We give thanks to God always for you all, making mention of you in our prayers, remembering without ceasing your work of faith and labor of love, and patience of hope in our Lord Jesus Christ, in the sight of God and our Father. Knowing, brethren beloved, your election of God. For our gospel came not unto you in word only, but also in power, and in the Holy Ghost, and in much assurance, as we know what manner of men we were among you for your sake. And ye became followers of us, and of the Lord, having received the word in much affliction, with joy of the Holy Ghost. So that ye were ensamples to all that believe in Macedonia and Achaia. For from you sounded out the word of the Lord, not only in Macedonia and Achaia, but also in every place your faith to God-ward is spread abroad, so that we need not to speak anything. For they themselves shew of us what manner of entering in we had unto you, and how ye turned to God from idols to serve the living and true God, and to wait for his Son from heaven, whom he raised from the dead, even Jesus, which delivered us from the wrath to come. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദ ഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ തിരുവചനങ്ങൾ നമ്മളോട് സംസാരിക്കുവാനായിട്ട് തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവവചനം, തിരുവെഴുത്തുകൾ അത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ ഈ ഒരാഴ്ചപ്പെട്ട കാലം മുഴുവനും ആ ആലോചനകൾ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. തിരുവചനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തുടർമാനമായിട്ട് നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നാം 5 വിഷയങ്ങളെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 1 വർഷത്തോളമായി ദ ഗേറ്റ് ചർച്ച് നാം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച നാൾ മുതൽ പല ആവശ്യങ്ങൾക്കായിട്ട് നാം ദൈവത്തോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ഇത്രത്തോളം ദൈവം സഹായിച്ചു. തുടർന്നും ആ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെ തുടർമാനമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, ദൈവകൃപയിൽ നയിക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തി ഉത്സാഹത്തോട് ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന അനേക പോഷക സംഘടനകളുണ്ട്. പ്രധാനമായും ദ ഗേറ്റ് ചർച്ച്, രണ്ടാമത് സ്കൂൾ ഓഫ് ടൈറനസ്, അതായത് തുറന്നോസിൻ്റെ പാഠശാല എന്ന സാറ്റർഡേസിലെ ബൈബിൾ ക്ലാസ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കുന്ന അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു മാസ്റ്റർ ക്ലാസ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിട്ട് നടക്കുവാൻ, അതുപോലെ തന്നെ 24/7 ഗ്രേസ് മെസ്സേജുകൾ പ്രക്ഷേപണം ചെയ്യുന്ന ദ ഗേറ്റ് TV-ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദി ചാപ്റ്റേഴ്സിനായിട്ട് ഹിന്ദി മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ അതിലൂടെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോക്കൽ കോൺഗ്രിഗേഷനുകളായിട്ട് നാം കൂടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കൂടി വരികയും നമ്മുടെ ആ ഒരു ഫെലോഷിപ്പ്, കർത്താവിലുള്ള ആ കൂട്ടായ്മ ഒന്നിച്ച് വർദ്ധിച്ചു വരുവാൻ, ആത്മനിറവിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം അതാണ് സഭയും, ക്രിസ്തു തലയും ശരീരമാകുന്ന സഭയും, ആ ശരീരത്തിൻ്റെ ഭാഗമായി നാം പല കോൺഗ്രിഗേഷനുകളായി ലോക്കൽ കൂട്ടായ്മകളായി കൂടി വരുന്ന പല സ്ഥലങ്ങളുണ്ട്. ഒടുക്കെയും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവഹിതം പോലെ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാനും നിത്യതയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് വർദ്ധിക്കുവാനും ഒക്കെ ആയിരങ്ങൾക്ക് സഹായകമാകേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് വിശേഷാൽ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന അനേകരുണ്ട്. രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കേണ്ടതിനായിട്ടും ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്. സൗഖ്യത്തിനായിട്ട് വിശേഷാൽ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കേണ്ടതിനായിട്ടും വിടുതലയക്കേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന അനേക സഹോദരി സഹോദരങ്ങൾ ഒന്നിച്ച് ലൈവായിട്ട് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നവരുണ്ട്. പലരും പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യങ്ങൾ നമ്മളെ അറിയിച്ചില്ലെങ്കിലും ഞരക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അതിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഹല്ലേലൂയ, ചുട്ടുപഴിപ്പിച്ച വെള്ളോടിനോട് സദൃശ്യമായ കാലുള്ളവൻ കർത്താവ്, ഹല്ലേലൂയ, ആ ആവശ്യങ്ങളൊക്കെ അറിയുന്നു, കാണുന്നു. അതിന്മേൽ ഈ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ആശീർവാദം പറയുന്നതിന് മുൻപേ ആ ദൈവിക കരം കാണുവാനും ആ വിഷയത്തിൽ ദൈവിക വിടുതൽ അനുഭവിപ്പാനും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടതിനായിട്ട് ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ആത്മീക ആലോചനകൾ കേൾക്കുവാൻ, കർത്താവെ അടിയനോട് അരുളി ചെയ്യണമെന്നുള്ള ആത്മസമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം ഭരിച്ച് നടത്തേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു വാക്കിൽ കൂടി നാം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് വരുന്ന കർത്താവേ, പ്രാർത്ഥിച്ച 5 വിഷയങ്ങളിലും തൃക്കരം കാണുവാൻ, ഹല്ലേലൂയ കർത്താവേ, അവിടുന്ന് മറുപടി അയച്ച് ഞങ്ങളെ മാനിക്കേണ്ടതിനായിട്ട്, ഞങ്ങളുടെ മുഖത്തെ ആദരിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശേഷാൽ രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, പലവിധമായ ഭാരങ്ങളാൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരം അവരുടെ മേൽ വയ്ക്കുമാറാകണം. സൗഖ്യത്തെ കർത്താവ് അയക്കണം, വിടുതലിനെ കർത്താവ് അയക്കണം. കർത്താവേ, സ്തോത്രം. ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. തിരുസന്നിധിയിലെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്ക് ആ ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വീണ്ടും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ബ്രദർ എൽദോ വർഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഇതിനോടകം എൽദോ വർഗീസ് ബ്രദർ വളരെ സുപരിചിതനാണ് നമുക്കെല്ലാവർക്കും എന്ന് ഞാൻ അറിയുന്നു. ദൈവം കർത്താവിൻ്റെ ദാസനെ വീണ്ടും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രിക്ക് താൻ ഒരു അനുഗ്രഹമാണ്. കോട്ടയത്തെ ശുശ്രൂഷകൾക്ക് താൻ നേതൃത്വം കൊടുക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യം കോട്ടയത്ത് വളരെ അനുഗ്രഹമാണ്. അനേകർ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് കോട്ടയത്തെ ശുശ്രൂഷയിലൊക്കെ ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സാക്ഷ്യവും ആത്മീക ദൂതും ഒക്കെ നമ്മളെ അറിയിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ബ്രദർ എൽദോ വർഗീസ് തുടർന്നുള്ള 35-40 മിനിറ്റ് ശുശ്രൂഷിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയോട് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ബ്രദർ എൽദോ വർഗീസ്. സ്നേഹവാനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് നമ്മളെ ഏവരെയും സഹായിച്ചു. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനായിരിക്കുന്ന ഈ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാം ദൈവകൃപ ഒന്ന് മാത്രമാണ് നമ്മളുടെ ആധാരം എന്നുള്ളതിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്കറിയാമല്ലോ,
പശ്ചിമേഷ്യയിൽ ഭയങ്കര സംഘർഷം നടക്കുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നതായിരിക്കുന്ന സംഘർഷം, ഇസ്രായേലും ഹമാസും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധം വലിയൊരു പ്രശ്നമാണ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചത് ഒരു കുറച്ച് ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അങ്ങ് തീരും എന്നുള്ളതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനോട് എപ്പോഴും ഹമാസ് യുദ്ധത്തിൽ ഏർപ്പെടുക പൊതുവെ ഒരു പരിപാടിയാണ്. 1-2 വർഷം കൂടുമ്പോൾ അവർ കുറച്ച് മിസൈൽ ഇങ്ങോട്ട് അയക്കും, അപ്പോൾ ഇവർ കുറച്ച് ബോംബുകൾ അങ്ങോട്ട് അയക്കും. അങ്ങനെ ഒരു കുറച്ച് ദിവസം നീണ്ടു നിന്നിട്ട് അതങ്ങ് അവസാനിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധം അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു മാസത്തിന് മേലെയായി ഈ യുദ്ധം തുടർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഓർക്കുന്നു, ഒരുപക്ഷെ ഈ യുദ്ധം ആരംഭിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അഭിമുഖീകരിക്കുന്നതായിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ യുദ്ധം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ വിളിച്ചറിയിക്കുന്നതായിരിക്കുന്ന ഒരു സന്ദേശമാണോ ബ്രദറെ എന്ന് പലരും എന്നോട് ചോദിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വിഷയം പറയാനായിട്ട് ആഗ്രഹിച്ചതല്ല. എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതായിരിക്കുന്നവർക്ക് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുന്നവർക്ക് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ഗേറ്റ് മിനിസ്ട്രിയുടെ ഈ സഭായോഗത്തിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരല്പകാര്യം പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ആ പദ്ധതികൾ നിറവേറി കാണുമ്പോൾ നമ്മുടെ പ്രത്യാശ വലുതാകുകയാണ്. നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ കർത്താവ് വരാനായി, നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പറന്നു പോകാനായി, നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ നാളെടുത്തു. ഈ പ്രത്യാശയാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഹമാസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ജനത ഫലസ്തീൻ്റെ കയ്യിൽ നിന്ന് ഈ ഗാസ പ്രദേശം സ്വതന്ത്രമാക്കിയിട്ട് ഹമാസ് ഭരിക്കാൻ തുടങ്ങിയത് 2007 മുതലാണ്. 2007 മുതലാണ്. അന്ന് മുതൽ ചെറുതും വലുതുമായിരിക്കുന്ന പലവിധമായിരിക്കുന്ന ആക്രമണങ്ങൾ അവർ ഇസ്രായേലിന് നേരെ അഴിച്ചുവിടുകയും ഇസ്രായേൽ അതിന് പകരമായിട്ട് അവരുടെ മേൽ, ഗാസയുടെ മേൽ ബോംബ് വർഷം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നടന്നായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സംഭവമല്ല. അതിനേക്കാളെല്ലാം വളരെ ഭയാനകമായിരിക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. ഞാൻ ഓർക്കുന്ന ലോക രാജ്യങ്ങളിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും അവരുടെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും അവരുടെ സാങ്കേതിക വിദ്യകളും ഒക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന രാജ്യങ്ങളായിരിക്കുന്ന അമേരിക്ക പോലുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഇസ്രായേലിൻ്റെ അത്രയും സുരക്ഷിതത്വം രാജ്യത്തിന് ഒരുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത്രമാത്രം സെക്യൂരിറ്റി ഉള്ളതായിരിക്കുന്ന, അത്രമാത്രം സുരക്ഷിതത്വം നിർമ്മിച്ചാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ രാജ്യത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഹമാസ് ആളുകൾ കടന്നു കയറുകയും അതുപോലെ തന്നെ അവർ കടന്നു കയറി അവിടുത്തെ ഏകദേശം 1400ഓളം പേരെ കൊല്ലുകയും ഒരു 240ഓളം പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്തൊരു അത്ഭുതമാണ്. ഇത് എങ്ങനെ സംഭവിച്ചു? ഇസ്രായേലിനെ പോലെ ഇത്ര സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് അവരറിയാതെ കടന്നുകയറ്റം ചെയ്യാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ എല്ലാവരെയും, ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ എന്തുകൊണ്ടാണ് ഈ ഹമാസിൻ്റെ കടന്നുകയറ്റവും ഈ അതിക്രമവും കാണാതിരുന്നത്, അറിയാതിരുന്നത്? ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് സംഭവിച്ചാലും ആദ്യം അറിയുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സേനയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഇസ്രായേൽ രാജ്യം എന്തുകൊണ്ടാണ് അവർക്ക് നേരെ വന്നതായിരിക്കുന്ന ഇത്ര വലിയ ഒരു ഭീകരാക്രമണത്തെ അവർക്ക് ചെറുക്കാനായിട്ട് കഴിയാതിരുന്നത്? അവിടേക്ക് വിട്ടതായിരിക്കുന്ന മിസൈലുകളെ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമുകൾക്ക് എന്തുകൊണ്ട് അവർക്കത് തടുക്കാൻ കഴിയാതെ വന്നു? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? ഇതെല്ലാം ഒരു ചോദ്യമാണ്. ഞാൻ ഓർത്തു ചിലപ്പോഴെങ്ങനെ ഇസ്രായേൽ കണ്ടില്ല എന്ന മട്ടിൽ അവരെ അതിക്രമിച്ച് കയറാൻ തക്കവണ്ണ ഒരു അവസരം കൊടുത്തതാണോ എന്ന് പോലും ചിന്തിക്കുമാറ്
ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. കാരണം അല്ലാതെ അവരെ ആക്രമിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അവരുടെ അതിര് മുഴുവൻ അവരുടെ ചാരക്കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതിലെങ്ങനെ ഇവരെ ഈ കടന്നുകയറ്റം നടത്തി എന്നുള്ളത് ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതായിരിക്കുന്ന കാര്യം, ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും എന്ന ഒരു പ്രവചന വാക്യമുണ്ട്. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തെ അവിടെ സിംഹം എന്ന് ഉദ്ദേശിച്ചത്. സിംഹം ഗർജിച്ചിരിക്കുന്നു, ദൈവം കൽപ്പിച്ചിരിക്കുന്നു, ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന വാക്യം എന്ന് കാണാനായിട്ട് പറ്റും. എന്താണ് സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യവും നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന സമയങ്ങളിലെ കാര്യങ്ങൾ യഥാവിധി യഥാർത്ഥമാവണ്ണം നടക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അതങ്ങനെ നടക്കൂ. കാരണം കർത്താവിൻ്റെ സമയം ആർക്കും മാറ്റി കുറിക്കുവാനായിട്ട് നിശ്ചയിക്കുവാനായിട്ട് ഒന്നും ആർക്കും കഴിയുകയില്ല. അതാ ഞാനിപ്പോൾ പറഞ്ഞത്, ആമോസിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞത് സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതെ ഇരിക്കും എന്ന് ചോദിച്ചു. നമ്മുടെ കർത്താവ് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നായിരിക്കുന്ന സമയത്ത് പല സന്ദർഭത്തിലും പറയുന്നില്ലേ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ചില സമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇപ്പോഴതിൻ്റെ നാഴികയാവുന്നു, ഇപ്പോൾ ആ നാഴിക വന്നെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സന്ദർഭം എല്ലാവർക്കും അറിയാമല്ലോ. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ആ കറക്റ്റ് നാഴിക, അതായത് സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചതായിരിക്കുന്ന ആ കറക്റ്റ് നാഴികയ്ക്കാണ് നമ്മുടെ കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും. അതാദ്യമായിട്ട് കേൾക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ കാനാവിലെ കല്യാണത്തിലാണ്. ഇവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് കർത്താവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ പറയുമ്പോൾ, എനിക്ക് നിനക്കും എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കർത്താവിന് നാഴിക വന്നു. കർത്താവ് വെറുതെ പറഞ്ഞാൽ നാഴിക വന്നപ്പോൾ കർത്താവ് അത് നിവർത്തിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്നതായിരിക്കുന്ന ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധവും ദൈവത്തിൻ്റെ ഘടികാരത്തിലെ ചില നിശ്ചയങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നതായിരിക്കുന്ന ഒരു സന്ദേശമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ഈ ഇസ്രായേലിൽ നടക്കുന്നതായിരിക്കുന്ന ഈ യുദ്ധം ഒക്കെ കാണുമ്പോൾ, അവിടുത്തെ ആ ഭീകരമായിരിക്കുന്ന അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, നമുക്കതിൽ വ്യസനമുണ്ട്. നിരപരാധികളായിരിക്കുന്ന അനേകായിരങ്ങൾ മരിച്ചു വീഴുകയാണ്. നിഷ്കളങ്കരായിരിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. എന്തൊരു സങ്കടമാണ്. ആശുപത്രിയിൽ കിടക്കുന്നതായിരിക്കുന്ന രോഗികൾക്ക് ആവശ്യമായിരിക്കുന്ന മരുന്നോ ആവശ്യമായിരിക്കുന്ന ചികിത്സയോ നൽകാൻ പറ്റാതെ വണ്ണം അവിടുത്തെ മറ്റെല്ലാ സാഹചര്യങ്ങളും സാങ്കേതികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുകയാണ്. എന്തുമാത്രം പ്രയാസങ്ങൾ. ഗർഭിണികൾക്ക് ചികിത്സ ലഭിക്കാതെ പോകുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചികിത്സ ലഭിക്കാതെ പോകുന്നു. അതിഭയാനകമാണ്, അതിഭീകരമാണ് ഗാസയിലെ സ്ഥിതി എന്നുള്ളത് നമുക്ക് വളരെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായി യേശുക്രിസ്തു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ എന്ന് പറഞ്ഞു. അത്തിയെ നോക്കി, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത്തിയെ നോക്കി ഉപമ പഠിക്കാൻ പറഞ്ഞത് എന്താ? അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനെ നോക്കി പഠിച്ചോളാനാണ് പറഞ്ഞത്. കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ ആ അധ്യായം തുടങ്ങുന്നതന്നെ അറിയാമല്ലോ. കർത്താവെ, നീ ഈ കാലത്തിൽ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവ് പറയുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ പറയുകയാണ്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അത്തിയുടെ കൊമ്പ് തളിർത്തു, ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ ഇതൊക്കെയും സംഭവിക്കുമ്പോൾ, അപ്പോൾ ഇതൊരു പ്രവചനവാക്യമാണ്. അത്തി എന്നത് ഇസ്രായേലാണ്. അപ്പം നമുക്കും ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, വരാറായോ നമ്മുടെ കർത്താവ് എത്താനായോ? പറന്നു പോകാനായോ? ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾ തീരാനായോ? ഇവിടുന്ന് രക്ഷപ്പെടാനായോ എന്നുള്ളതായിരിക്കുന്ന ഒരു ആവേശം സാധാരണ വിശ്വാസികളായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ആ വിധമായിരിക്കുന്ന വലിയ പ്രതീക്ഷയുള്ളായിരിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയട്ടെ. വേഗത്തിൽ എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ നടക്കുന്നതായിരിക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു മഹാപീഡനത്തിൻ്റെ യുദ്ധമൊന്നുമല്ല. മഹാപീഡനം ആരംഭിച്ചിട്ടില്ല.
എന്താ കാരണം? മഹാപീഡനം ആരംഭിക്കണമെങ്കിൽ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാവോ? സഭയെ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടണം. പുതിയ നിയമസഭ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? മഹാപീഡനം ഇസ്രായേലിൽ ആരംഭിക്കുകയുള്ളൂ. കാരണം മഹാപീഡനം ഇസ്രായേലിനോട് ദൈവം വീണ്ടും ഇടപെടുന്നതിൻ്റെ ഫസ്റ്റ് രംഗമാണ്. വീണ്ടും ഇടപെടുന്ന ആ പ്രോഗ്രാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വീണ്ടും അവരോട് ഇടപെടുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് മഹാപീഡനം എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ വെച്ചിട്ട് നമുക്ക് അതിനെ അളക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, ഇതെൻ്റെ സ്വന്തം വ്യക്തിപരമായിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, ഇത് മഹാപീഡനത്തിന് മുമ്പുള്ളായിരിക്കുന്ന ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈറ്റുനോവിൻ്റെ ആരംഭം. പ്രിയമുള്ളവരെ, ഈറ്റുനോവ് തുടങ്ങി കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഠിനമായിരിക്കുന്ന വേദനയായി മാറും. കഠിനമായിരിക്കുന്ന വേദനയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക, അല്ലേ? അതല്ലേ വേണ്ടത്? അപ്പോൾ കഠിനമായ വേദനയാണ് മഹാപീഡനം. അപ്പോൾ അതിനുശേഷം സംഭവിക്കേണ്ടത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടത്. ഇന്നിപ്പോൾ ഗാസയിൽ നടക്കുന്നതായിരിക്കുന്ന ഇസ്രായേലിൽ നടക്കുന്നതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് സെഫന്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. ഗാസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും, എക്രോന് ഉന്മൂലനാശം വരും. സമുദ്രതീര നിവാസികളായ ക്രേത്യജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികളില്ലാതെ ആകുംവണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. ഒയ്യോ, ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇപ്പോൾ സംഭവിക്കുന്നതെങ്കിൽ ഗാസയുടെ ഗതി എന്താകും? ഗാസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും. ഈ അസ്കലോനും ഗാസയൊക്കെ ഗാസയുടെ ഓരോ പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെ ആ പറഞ്ഞ അത്രയും വേദഭാഗങ്ങളിലും ഗാസയിലെ ഓരോ പട്ടണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഗാസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും. അപ്പോൾ നമുക്ക് ഇവർ ഈ നാളുകളിൽ നടക്കുന്നതായിരിക്കുന്ന യുദ്ധം ആ വിധത്തിൽ ശൂന്യമായി തീരാനല്ലേ സാധ്യത? നോക്കിയേ, എന്താ നമ്മൾ ഇപ്പോഴത്തൊക്കെ വാർത്തയിൽ കേൾക്കുന്നത്? ഇപ്പോൾ ഉള്ളായിരിക്കുന്ന സംഭവവികാസങ്ങളിലൂടെ നമ്മൾ എന്താ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്ത് ചെയ്തിട്ടും ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടു, മറ്റ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു, യുദ്ധം നിർത്തിവെക്ക്, വെടിവെപ്പ് നിർത്ത് എന്നുള്ളതായിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തു. പക്ഷേ അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ നിർത്തുകയില്ല. ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു കിട്ടുവോളം ഞങ്ങൾ അതിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു പിടിക്കണം. ഇപ്പോൾ ഈ യുദ്ധം നടക്കാനായിട്ടുള്ള കാരണം എന്താ? ഈ യുദ്ധം നടക്കാനുള്ള കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ പറഞ്ഞ അതിൻ്റെ കാരണം എന്താ? കാരണം എന്നറിയാമോ? ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ കാരണം വ്യക്തമായിട്ട് കാണാം. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, അതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിനും ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. നോയിക്കേ, ഏദോമിൻ്റെ 3-4 ഏദോമിൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവർ എന്താണ് വായിച്ചത്? ഒന്നുകൂടി വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗാസയുടെ 3-4 അതിക്രമം നിമിത്തം അവർ ഏദോമിന് ഏൽപ്പിക്കേണ്ടതിനും. ഗാസയുടെ 3-4 അതിക്രമങ്ങൾ നിമിത്തം അവർ ഏദോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കുക. ബന്ദികളെ ആ സകലം കൊണ്ടുപോയിരിക്കാൽ, ബന്ദികളാക്കപ്പെട്ടവരെ ആ സകലം കൊണ്ടുപോയിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം വേണ്ടേ? ഒരു കാരണമില്ലാതെ ഒരു കാര്യം നടക്കുമോ? നോക്കിക്കേ, ഇപ്പോൾ ഈ യുദ്ധം നടക്കാനുള്ള കാരണം അവർ ഇസ്രായേലിൽ കടന്നു കയറി അവിടുത്തെ ജനങ്ങളെ ബന്ദികളാക്കിയതാ. അതിനെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു അതിശയിപ്പിക്കുന്ന കാര്യമല്ലേ? അതാ ഞാൻ ആദ്യം പറഞ്ഞത്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? ദൈവത്തിൻ്റെ നിർദ്ദേശം, ദൈവത്തിൻ്റെ ആ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ആമോസിൻ്റെ പുസ്തകം, സെഫന്യാവിൻ്റെ പുസ്തകമൊക്കെ ഏത് കാലത്ത് എഴുതിയതാണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? BC 625 എഴുതപ്പെട്ടതായിരിക്കുന്ന പുസ്തകമാണത്. BC 625. ഈ BC 625 എഴുതിയപ്പെട്ടായിരിക്കുന്ന പുസ്തകത്തിൻ്റെ ആ വരികളുടെ നിവൃത്തി എപ്പോഴാണ് സംഭവിച്ചത്?
2650 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നിവൃത്തിയാകുന്നു. നോക്കിയേ, ദൈവത്തിൻ്റെ വചനത്തിന് വല്ല മാറ്റവും സംഭവിക്കുമോ? ഏത് കാലത്ത് എഴുതിയതും അതിൻ്റെ സമയമാകുമ്പോൾ അത് അക്ഷരം പ്രതി നിവൃത്തിയാകുന്നതായിരിക്കുന്ന കാര്യമല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഗാസ നിർജ്ജനമാകാൻ, അസ്കലോൻ ശൂന്യമാകാൻ കാരണമെന്ന് പറഞ്ഞാൽ, അവർ ഇസ്രായേലിലെ ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയി അവർ ഏദോമിന് വേണ്ടിയിട്ട് ഇസ്രായേലികളുടെ ബന്ദികളെ പിടിച്ചു വെച്ച കാരണം. അതാ പറയുന്നത്, ഗാസയുടെ 2 or 3 അതിക്രമ നിമിത്തം ഞാൻ അവരുടെ മേലുള്ളായിരിക്കുന്ന ശിക്ഷ മടക്കി കളയുകയില്ല. ദൈവം തന്നെ അതിന് കാരണമുണ്ടാക്കിയ കാര്യം തുറന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഇന്നത് നിവർത്തിക്കപ്പെട്ടു. അതായത് ഈ 2650 വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ, അന്നത്തെ പ്രവചനം ഇന്ന് നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് എന്തോ ഒരു സൂചനയല്ലേ? ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തോ ഒരു സൂചനയല്ലേ? ഇതാണോ ഈറ്റുനോവിൻ്റെ ആരംഭം? ഒരുപക്ഷെ ആയിക്കൂടുന്നില്ലല്ലോ അല്ലേ? ഇതായിരിക്കാം, ഇത് തന്നെയായിരിക്കാം ആ ഈറ്റുനോവിൻ്റെ ആരംഭം. ഇതെന്തിനാണ് ഈ ഗാസ നിർജ്ജനമാക്കുന്നതും അസ്കലോൻ ശൂന്യമാക്കുന്നതൊക്കെ ചെയ്യുന്നതെന്നറിയാമോ? ആ രാജ്യത്തെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ രാജ്യത്തെ തങ്ങളുടെ അതിര് വിശാലമാക്കാൻ വേണ്ടിയുള്ളായിരിക്കുന്ന പദ്ധതിയാണെന്ന്. ഒന്നുമല്ല കേട്ടോ. യഹോവയുടെ കോപ ദിവസം വരുന്നതിന് മുമ്പേ ഇസ്രായേലിനോട് പറയുന്നതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. മാനസാന്തരപ്പെടുവാൻ നിങ്ങൾക്കുള്ളായിരിക്കുന്ന അവസരമാണിത്, മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്ന് അവരോട് പറയുന്നതായിരിക്കുന്ന വാക്യമാണ്. അതിൻ്റെ തന്നെ സെഫന്യാവിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ അത് വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ മാനമില്ലാത്ത ജാതി നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിര് പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ, അതേ കൂടി വരുവിൻ. കണ്ടോ, അവിടെ പറയുന്നത് നാണമില്ലാത്ത ജാതിയെ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ. യഹോവയുടെ കോപ ദിവസം എന്ന് പറയുന്നത് ഏതാ? അതാ മഹാപീഡനം. ആ മഹാപീഡനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ കൂടി വന്നിട്ട് തീരുമാനിപ്പിൻ. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് പാപം ചെയ്തതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവിൻ. അതിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു മുന്നൊരുക്കം. ഇസ്രായേലിനെ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കാൻ തക്കവണ്ണം സമയം അടുത്തു എന്നുള്ളായിരിക്കുന്ന കാര്യം ഇസ്രായേലിനെ ഗ്രഹിപ്പിക്കാൻ തക്കവണ്ണമാണ് ഈ ഗാസയിൽ ഇപ്പോൾ നടക്കുന്നതായിരിക്കുന്ന യുദ്ധം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കാനോ അടിച്ചേൽപ്പിക്കാനോ അല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമയം അടുത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോയതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞതായിരിക്കുന്ന ആ നാളുകൾ ഏറ്റവും വ്യക്തമായി അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ മാത്രമാണോ ഈ ഗാസ മാത്രമാണോ ശൂന്യമാകുന്നത്? ഗാസ മാത്രമല്ല ശൂന്യമാകുന്നത്. അതിൻ്റെ ചുറ്റുമുള്ളായിരിക്കുന്ന പല രാജ്യങ്ങളും അതിനോടനുബന്ധിച്ച് ശൂന്യമായില്ലെങ്കിലും തകർച്ച നേരിടപ്പെടും എന്നുള്ളതായിരിക്കുന്ന കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഭാഗികമായിരിക്കുന്ന നാശം സംഭവിക്കണം അതിൻ്റെ ചുറ്റുമുള്ളായിരിക്കുന്ന രാജ്യങ്ങൾക്ക്. ഈ ഭാഗികമായിരിക്കുന്ന നാശം ചുറ്റുമുള്ളായിരിക്കുന്ന രാജ്യങ്ങൾക്ക് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്നറിയാവോ? ഇതെല്ലാം കണ്ടിട്ട് ഇസ്രായേൽ പറയണം, അങ്ങനെ ആ ജാതികളെ ദൈവം ശിക്ഷിച്ചെങ്കിൽ ദൈവത്തോട് ക്രൂരകൃത്യം ചെയ്യുന്നവരായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പാപികളും ദോഷികളുമായിരിക്കുന്ന ഞങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിടുമോ എന്നുള്ളതായിരിക്കുന്ന ബോധ്യം ഇവർക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്വവർഗഭോഗികളുടെ ഒരു നഗരമാണെന്നാണ് പറയുന്നത് ടെൽ അവീവ്. നമ്മൾ കേൾക്കുന്നതാണ് ടെൽ അവീവ്. അപ്പോൾ ആ വിധത്തിൽ ദോഷികളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെടുവിൻ, ഈ കോപ ദിവസം വരുന്നതിന് മുമ്പ് നന്നായി കൊള്ളുവിൻ എന്ന് ഇസ്രായേലിന് കൊടുക്കുന്നതായിരിക്കുന്ന മുന്നറിയിപ്പാണ് ഇസ്രായേലിന് ചുറ്റുമുള്ളായിരിക്കുന്ന രാജ്യങ്ങളുടെ ഈ നാശം എന്നാണ്. പ്രിയമുള്ളവരെ, സെഫന്യാവിൻ്റെ പുസ്തകം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ. ഇത് ഈ സെഫന്യാവ് 3-ാം അധ്യായം 8-ാം വാക്യം. സെഫന്യാവിൻ്റെ പുസ്തകത്തിന് ആകെ 3 അധ്യായങ്ങളേ ഉള്ളൂ, അത് മനസ്സിലാക്കണം. അതിൻ്റെ 3-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ കാത്തിരിപ്പിൻ എന്ന് ആരോട് പറയുന്നറിയോ? ഇസ്രായേലിനോട് പറയുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത് അറിയാമോ? ഞാനത് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇസ്രായേലിന് ചുറ്റുമുള്ളതായിരിക്കുന്ന ഇസ്രായേലിൻ്റെ കിഴക്കും പടിഞ്ഞാറും
അതുപോലെ തന്നെ തെക്കും വടക്കുമുള്ളായിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഭാഗികമായിരിക്കുന്ന നാശം നേരിടുന്നത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ എഴുന്നേൽപ്പിൻ എന്നാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന നാൾ വരെ നിങ്ങൾ എന്താ അത് മുഴുവൻ വായിച്ചേ, സെഫന്യാവ് 3:8. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. എൻ്റെ കോപത്തെ പകരുവാനും എൻ്റെ ക്രോധം തീർക്കുവാനും ജാതികളെ കൂട്ടുവാൻ ഞാൻ നിർണയിച്ചിരിക്കുന്നു. ജാതികളെ എങ്ങോട്ട് കൂട്ടുമെന്നാണ് പറഞ്ഞേ? മനസ്സിലാവുന്നുണ്ടോ? ജാതികളെ യെരുശലേമിന് ചുറ്റും കൂട്ടുവെന്ന്, ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് ഇസ്രായേലിന് ചുറ്റും കൂട്ടുവെന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞായിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജാതികൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അന്ന് യഹൂദിയിലുള്ളവൻ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുപ്പാൻ ഇറങ്ങരുത്. ജാതികൾ ഇസ്രായേലിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ നമ്മളെന്താ വായിച്ചത്? ഞാൻ ജാതികളെ നിങ്ങൾക്കെതിരെ കൂട്ടി വരുത്തും. ഏതാ ഈ പറയുന്നതായിരിക്കുന്ന ഗസയും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ളായിരിക്കുന്ന രാജ്യങ്ങളും ശൂന്യമാകുന്നത് കണ്ടിട്ടും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ജാതികളെ നിങ്ങൾക്ക് നേരെ കൂട്ടിവരുത്തും, ഞാൻ നിങ്ങളെ നശിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ വടക്കും അവിടെ തന്നെ പറഞ്ഞായിരിക്കുന്ന വാക്യങ്ങൾ നോക്കുക. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തിലൂടെ തുടർമാനമായിട്ട് അവരോടും ഇസ്രായേൽ യുദ്ധം ചെയ്യുകയും അവർക്കും ഏകദേശം നാശത്തിൻ്റെ ഒരു കാരണം വരികയും, ഏകദേശ നാശം മുഴുവൻ ഗാസ ശൂന്യമാകുന്ന പോലെ ശൂന്യമാകുമെന്ന് എഴുതിയിട്ടില്ല, എന്നാൽ അവരോടും ഇസ്രായേൽ യുദ്ധം ചെയ്യുകയും ചെയ്താൽ ഒന്നെണ്ണിക്കൊള്ളുക, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് പറഞ്ഞിരിക്കുന്ന കാലത്തിൻ്റെ സമയമാണ് എന്നുള്ളത് എണ്ണിക്കൊള്ളുക. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. എന്താണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ മരിക്കാതെ രൂപാന്തരപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തായിരിക്കുന്ന ജനങ്ങൾ അവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവർ പറയുന്നതായിരിക്കുന്ന ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതായിരിക്കുന്ന ഒരു ജനതതിയുടെ ഒരു ചിത്രം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് ഈ 2000 വർഷകാലമായിട്ട് ഇതിനു മുമ്പുള്ളായിരിക്കുന്ന ജനങ്ങൾ ആരുമായിരിക്കുകയില്ല. അത് നമ്മളായിരിക്കും. മനസ്സിലാക്കുക. നമ്മൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുക. അന്ന് നമ്മൾ പാടും ആ പാട്ട്. ലോകത്തിൽ ഇന്ന് വരെ ആ പാട്ട് പാടാനായിട്ട് ആർക്കും ഭാഗ്യമുണ്ടായിട്ടില്ല, ഒരു ജനതയ്ക്കും ഭാഗ്യമുണ്ടായിട്ടില്ല. ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് പാടി മരണത്തെ പരാജയപ്പെടുത്തി പരിഹാസത്തോടു കൂടെ മരണത്തെ പരിഹസിച്ചുകൊണ്ട് മരണം കൂടാതെ എടുക്കപ്പെടുന്നതായിരിക്കുന്ന ജനത ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടില്ല. മരണം കൂടാതെ എടുക്കപ്പെടുന്നതായിരിക്കുന്ന ജനത നമ്മളായിരിക്കും. നമ്മുടെ മുമ്പിൽ സമയം അത്രയേ അടുത്തു. ഞാനിപ്പോഴും പറയട്ടെ, വിരലിലെണ്ണാവുന്ന നാളുകൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന് നമ്മുടെ രൂപാന്തരത്തിൻ്റെ, മരണത്തെ ജയിച്ച് മരിക്കാതെ നമ്മൾ രൂപാന്തരപ്പെട്ട് സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതായിരിക്കുന്ന നാളുകൾ ഏറ്റവും അടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ഇത് കുറിച്ചാൽ മതി. നിങ്ങളിനി തുടർന്നുള്ളായിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ ഇസ്രായേൽ ഗാസ യുദ്ധം അയൽ രാജ്യങ്ങളിലേക്ക് നീളുന്നു എങ്കിൽ അത് ദൈവവചനത്തിലെ വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. അതായത് മഹാപീഡനത്തിൻ്റെ ആരംഭമായിരിക്കുന്ന ഈറ്റുനോവിൻ്റെ തുടക്കമാണ് ഇതെന്ന് നമുക്ക് എണ്ണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് എന്താണ് സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ വായിക്കുന്നത് ഗാസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമാകും. ആ വാക്യം നമ്മൾ വായിച്ചല്ലോ. അത് പടിഞ്ഞാറ് ഭാഗത്താണ്. ആ പടിഞ്ഞാറ് ഭാഗത്തുള്ളായിരിക്കുന്ന രാജ്യത്തെ ആദ്യം നശിപ്പിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം കിഴക്ക് ഭാഗത്തുള്ളായിരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കും, ഇസ്രായേൽ ആക്രമിക്കുമെന്ന് അതിനോട് തുറന്നുള്ള വാക്യങ്ങൾ, ഞാനതെല്ലാം വായിക്കുന്നില്ല. അതിനോട് തുറന്നുള്ള വാക്യങ്ങളിൽ കിഴക്ക് ഭാഗത്തുള്ളായിരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതാ കിഴക്ക് ഭാഗത്തുള്ള? ഇന്നത്തെ ഫലസ്തീനും ജോർദാനുമാണ് കിഴക്ക് ഭാഗത്തുള്ളത്. ആ കിഴക്ക് ഭാഗത്തുള്ളായിരിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കും. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ എൻ്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പ് പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാവിത് എന്നാണ്, മോവാബ് സോദോമെ പോലെയും അമ്മോന്യർ ഗോമോറെ പോലെയും തൂവക്കാടും
ഉപ്പുപടനയും ശാശ്വത ശൂന്യവുമായി തീരും. നോക്കിക്കേ, അവിടെ പറയുന്നത് കിഴക്ക് ഭാഗത്തുള്ള ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളായിരിക്കുന്ന ഗാസയോട് ഇപ്പോൾ യുദ്ധം ചെയ്ത് അത് ഏകദേശം നാമാവശേഷമായി തുടങ്ങി. ഇനി അടുത്തത് കിഴക്ക് ഭാഗം നശിക്കുമെന്നാണ്. അത് ഇതിൻ്റെ കൂടെ സംഭവിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. സംഭവിക്കുമല്ലോ എന്നുള്ളത് എൻ്റെ വിഷയം എനിക്കറിയില്ല. എന്നാൽ ദൈവവചനത്തിലെ കാര്യം ഞാൻ പറഞ്ഞേ, അതിനെതിരെയും കൂടെ ഇവർ യുദ്ധം ചെയ്യുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, ഇത് ദൈവവചനത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന നിർദ്ദേശമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2650 വർഷം കഴിഞ്ഞിട്ട് സെഫനിയാവും ആമോസും പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ ഈ കാലഘട്ടങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നു എങ്കിൽ പിന്നെ ഇതല്ലാതെ ഏതാ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കാലം? നമ്മൾ ആഗ്രഹിക്കുന്ന അവിടെ യുദ്ധം നടക്കണം, അവർ നശിക്കണമെന്നല്ല ഈ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പെടുത്തു, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. അതുപോലെ തന്നെ അതിൻ്റെ തെക്ക് ഭാഗത്തുള്ളതായിരിക്കുന്ന യമനെക്കുറിച്ച് പോലും നമുക്ക് ഇതിനകത്ത് വായിക്കാനായിട്ട് പറ്റും. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തെക്ക് ഭാഗത്ത്, നിങ്ങളോ കൂശ്യരേ എൻ്റെ വാളിനാൽ നിഹതന്മാർ. കണ്ടോ, നിങ്ങളോ കൂശ്യരെ എൻ്റെ വാളിനാൽ നിഹതന്മാർ. അവരോട് പറയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ഹമാസുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ അവിടെയുള്ളവരെന്താ ചെയ്യുന്നത് അറിയാവോ? ഹൂതികൾ ഇങ്ങോട്ട് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ചെറുതായിട്ടൊക്കെ തിരിച്ചടിക്കുന്നുണ്ട്, കാര്യമായിട്ടൊന്നും അടി വന്നിട്ടില്ല. കാര്യമായിട്ട് അവരുടെ നേരെ അടി വന്നാൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ 3 ഭാഗം പറഞ്ഞു, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്. എന്നാൽ ഇനി ഒരു ഭാഗം കൂടിയുണ്ട്. വടക്ക് ഭാഗത്തെയും ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ ഈ 4 ഇസ്രായേലിന് ചുറ്റുമുള്ളായിരിക്കുന്ന ഈ 4 പ്രദേശങ്ങളെയും ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ എണ്ണിക്കൊള്ളുക. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞായിരിക്കുന്ന കർത്താവിൻ്റെ പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞതിൻ്റെ നിവൃത്തി എന്ന് എണ്ണിക്കൊള്ളുക. വടക്ക് ഭാഗത്തുള്ളായിരിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്നറിയാവോ? നമുക്കത് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം. അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും. നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട. അശൂരും നിനവയൊന്നും ഇന്നില്ല കേട്ടോ, അശൂരും നിനവയൊന്നും ഇന്നില്ല. എന്നാൽ ഇന്ന് അതേ പ്രദേശത്ത് വസിക്കുന്നവരാരാണെന്നറിയാവോ? ലെബനും സിറിയയാണ്. അതൊന്ന് വായിച്ചേ. അതിൻ്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിൻ്റെ പോതികകളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും. കിളിവാതിൽക്കൽ പാട്ട് പാടുന്നത് കേട്ടോ, ദേവദാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കിയാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട്. നോക്കൂ, ഇവരോടെല്ലാവരോടും യുദ്ധം ചെയ്ത് ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ളായിരിക്കുന്ന ഈ പട്ടണങ്ങളോട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ, ഇസ്രായേൽ യുദ്ധം ചെയ്ത് അവർക്ക് ഭാഗികമായിരിക്കുന്ന നാശം നേരിടുന്നുവെങ്കിൽ, അതിൻ്റെ ആരംഭം ഗാസയാണ്. ഭാഗികമായിരിക്കുന്ന നാശം ഇതിനോടനുബന്ധിച്ച് നേരിടുന്നു എങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് പ്രവചന നിവൃത്തിയാണ്. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ നിവൃത്തിയാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു, സമയവും കാലവും മാറ്റുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുവാനും നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകാനും കാലമായി എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കൊള്ളുക, ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം തകർക്കപ്പെടുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് മഹാപീഡനം വരുമെന്നാണോ? അല്ല, അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ മനസ്സിലാക്കണം. ഇതെല്ലാം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാലും ഞാനതെല്ലാം പറയുന്നില്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ മനസ്സിലാക്കണം. മഹാപീഡനം ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം അറിയാവോ? ഒരു ആൻറ്റി ക്രൈസ്റ്റ് വരണം. ഒരു സമാധാന നിയമം ഇസ്രായേലുമായിട്ട് ഉടമ്പടി ചെയ്യണം. ആ ഉടമ്പടി ചെയ്തതിന് ശേഷം മാത്രമേ ഒരു മഹാപീഡനം ലോകത്തിലേക്ക് വരികയുള്ളൂ. അത് ഇതിനോടനുബന്ധിച്ച് നടക്കണം. കലുഷിതമായിരിക്കുന്ന ഒരു രാജ്യത്തിലല്ലാതെ മറ്റെവിടെയാണ് സമാധാനത്തിൻ്റെ ഉടമ്പടി വേണ്ടത്? ഈ കലുഷിതമായിരിക്കുമ്പോൾ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ്, യുദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞ്, ചുറ്റുമുള്ള രാജ്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട് ഇസ്രായേൽ ഇരിക്കുമ്പോഴാണ് സമാധാനം എന്ന് പറഞ്ഞുള്ളായിരിക്കുന്ന ഒരു നിയമം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടേണ്ടത്. ആ ഭൂമിയിലല്ല, പ്രത്യേകിച്ച് ഇസ്രായേലിൽ സ്ഥാപിക്കപ്പെടേണ്ടത്. അത് അവർ അംഗീകരിക്കുകയും അതിന് അവർ ഒപ്പിടുകയും ചെയ്യും. അങ്ങനെ ഒരു എതിർ ക്രിസ്തുവിൻ്റെ സമാധാന ഉടമ്പടിയിന്മേൽ അവർക്കൊരു താൽക്കാലിക ആശ്വാസം ലഭിക്കും. അതോടുകൂടെ എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ കാലം അത്രയും സകല സന്നാഹങ്ങളും ഒരുക്കി ഒരു യെരുശലേം ദേവാലയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ദേവാലയം പണിയാനുള്ളായിരിക്കുന്ന അവസരം കിട്ടും. ഇനി ഇസ്രായേലിലൊരു ദേവാലയം വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നടക്കുന്ന കാര്യമല്ല.
അത് നിങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇസ്രായേലിൽ ഒരു ദേവാലയം വരിക. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ മഹാപീഡനത്തിൻ്റെ അവസാന കാലത്ത് അതിനും ഭാഗികമായിരിക്കുന്ന അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായിരിക്കുന്ന നാശം ആ ദേവാലയത്തിനും വരും. അപ്പോൾ സംഭവിക്കേണ്ടത്, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നോട് പലരും ചോദിക്കുന്നതാണ്, ഇത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണോ ബ്രദറെ ഈ ഇപ്പോൾ നടക്കുന്നതായിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധമെന്നാണ്. ഇപ്പോൾ ഗാസ നിർജ്ജനമാകും, ശൂന്യമാകും എന്ന് പറഞ്ഞത് ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴുള്ള വാർത്തകളെല്ലാം അത് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത് ഇനി പടിഞ്ഞാറും അതുപോലെ തെക്കും വടക്കുമുള്ളതായിരിക്കുന്ന കിഴക്കും തെക്കും വടക്കുമുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഈ യുദ്ധത്തിൻ്റെ തുടർമാനമായി അത് സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം തന്നെയാണ്. ഈ പ്രശ്നം കലുഷിതമായിരിക്കുന്ന സമയത്ത് സമാധാനം എന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയും ആ സമാധാന ഉടമ്പടി ആരംഭിക്കുന്ന നാൾ മുതൽ ദൈവം പണ്ടുകാലം മുതലേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തായിരിക്കുന്ന മഹാപീഡനത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ മധ്യത്തിൽ അവൻ സമാധാന ഉടമ്പടി ലംഘിക്കും. ആഴ്ചവട്ടത്തിൻ്റെ പകുതിയിൽ അവൻ സമാധാന ഉടമ്പടി ലംഘിക്കുകയും ആഴ്ചവട്ടം പകുതിയാകുമ്പോഴേക്കും, ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷം, ഞാനതൊക്കെ വിശദീകരിച്ച് പറയാൻ കേട്ടാണ്. ഒരാഴ്ചവട്ടത്തേക്ക് ഉടമ്പടി സ്ഥാപിക്കുമെന്നാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത്. അത് 7 വർഷമാണ്. അതിൻ്റെ പകുതിയാകുമ്പോഴേക്കും യെരുശലേമിൽ ദേവാലയം പണിയപ്പെടുകയും അവിടെ യാഗങ്ങൾ ആരംഭിക്കുകയും ചെയ്യണം. എന്നാൽ ആ സമാധാന ഘട്ടത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും ആ യാഗങ്ങൾ നിർത്തലാക്കിയിട്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ യെരുശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒരു പക്ഷേയെങ്കിൽ മഹാപീഡനത്തിന് മുന്നോടിയായിരിക്കുന്ന ഈറ്റുനോവിൻ്റെ ആരംഭം ആയിരിക്കാം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, അറിയുക. നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ സമയമെടുത്തു. നമ്മളുടെ ഭൂമിയിലെ വാസകാലം അവസാനിക്കാറായി. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വരാൻ സമയമായി. ഇനിയും കാലങ്ങൾ ശേഷിക്കുന്നില്ല. ഭാഗ്യമുള്ള ഒരു ജനതയാണ് നമ്മൾ. കാരണം കർത്താവ് ഈ നാളുകളിൽ വന്നാൽ മരണം കൂടാതെ സ്വർഗം പ്രാപിക്കുന്നതായിരിക്കുന്ന ലോകത്തിൽ ജനിച്ച് ജീവിച്ച ജനതതിയിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളതായിരിക്കുന്ന ജനമായിരിക്കും നമ്മൾ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അംഗീകരിച്ച് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈവിടപ്പെടും എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ ഇത് കേൾക്കുന്നതായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ശുശ്രൂഷകന്മാരോട് പറയട്ടെ, ഇത് കൊയ്ത്തിൻ്റെ സമയമാണ്. നിലം മുഴുവൻ വിളഞ്ഞു കിടക്കുകയാണ്. ഉണരുക, സമയമായി. ഓടുക. കർത്താവിൻ്റെ വേലയുമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഓടുക. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക. ഇനി സമയമില്ല, മുമ്പിൽ ഒട്ടും സമയമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി, നമ്മൾ കണക്ക് കൂട്ടുന്ന മാതിരി വലിയ കാര്യങ്ങൾ ചെയ്യാനോ ദീർഘനാളത്തെ പദ്ധതികൾ തയ്യാറാക്കാനോ നമ്മുടെ മുമ്പിൽ ഒട്ടും സമയമില്ല. ഇത് അടുത്ത് കഴിഞ്ഞു. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൊയ്യാൻ ഇറങ്ങിയില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ വേലസ്ഥലത്ത് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മൾ നിരാശരാകി തീരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഓർക്കുക, സമയമെടുത്തു. നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്കായി ഉണരാം, കൈകോർക്കാം, ഒരുമിച്ച് നീങ്ങാം. വല്ലവനും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിന് അവരുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം നഷ്ടമാണ് എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങനെയുള്ളവർ യേശു ക്രിസ്തുവിന് മുമ്പിൽ തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കാൽവരി കുരിശിലെ നോക്കി തങ്ങളുടെ പാവത്തിനു വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അങ്ങനെ കർത്താവിൻ്റെ ഭാഗ്യകരമായിരിക്കുന്ന കർത്താവിൻ്റെ നാട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. എൻ്റെ കേൾവിക്കാരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഭൂമികൾക്കെല്ലാം അതിഹേതുവതായവൻ നീയേ. ആകാശ
പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിനായി കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ചാരത്തും ദൂരത്തുമായി കർത്താവെ അനേകം പ്രിയപ്പെട്ടവർ കർത്താവെന്ന് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതിനെ ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, കേട്ട വചനം ഞങ്ങളുടെ ശുദ്ധീകരണത്തിനായി തീരുവാൻ, രക്ഷയ്ക്കായി തീരുവാൻ കർത്താവെ ഹല്ലേലൂയ, ചെറുതും വലുതുമായി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അടികളിപ്പോൾ പിരിയുന്നു കർത്താവെ, പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകവും പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിച്ച എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ഒരാഴ്ച വട്ടക്കാലം മുഴുവനും ദൈവിക കൃപയിൽ ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ. ദൈവിക സാന്നിധ്യവും ദൈവകൃപയും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. വാഴ്ത്തിയിടുമേ, വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോടിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോടിതലേ. വാഴ്ത്തിയിടുമേ, വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോടിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോടിതലേ. സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ.
ശത്രു തന്നൂടെ അഗ്നിശരങ്ങൾ